നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ പ്ലാൻ പ്രകാരമാണെങ്കിൽ, അതായത് വിവാഹം മുടക്കാനാണ് നീ വരുന്നതെങ്കിൽ നിനക്കിതിന്റെ ആവശ്യം വരും. വിവാഹം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാ നിന്റെ കെട്ടിയോനെ ദാ ഇവൻ കൊല്ലുന്ന പറയുന്നത്. ഇത് സാറിന്. താങ്ക് യു. ഇതാ വന്തി അടുത്തേക്ക്. ഇതാ രേഖയ്ക്ക്. ഇത് സച്ചി സാറിന്. അർച്ചനേട്ടത്തേക്കുള്ള കവറിന്റെ അത് ഞാൻ കൊടുക്കാം. ഞാനല്ലേ അർച്ചനയുടെ സാരി സെലക്ട് ചെയ്തേ. അത് നല്ല സാരിയാണോ ഏട്ടത്തി? അല്ല, ഞങ്ങള് കണ്ടില്ലായിരുന്നല്ലോ. അതൊക്കെ അർച്ചന വിവാഹത്തിന് കൊടുക്കുമ്പോ കണ്ടാ മതി. അർച്ചനയ്ക്ക് നല്ല ചേരുന്ന സാരി തന്നെ വാങ്ങിച്ചേ. അർച്ചനയ്ക്ക് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. അത് നാളെ ധനുഷ് സ്നേഹം കൂടി പോയി വാങ്ങും. സന്ദീപിന് ഡ്രസ്സൊന്നും എടുത്തില്ലേ? അതിന് അവനിവിടെ ഇല്ലല്ലോ, ഹോസ്പിറ്റലല്ലേ. അതിന്റെ അർത്ഥം അവൻ ഈ കുടുംബത്തിലെ ആരും അല്ലെന്നാണോ? അതോ അല്ലാതായിന്നാണോ? നഷ്ടപ്പെട്ടു എന്ന് കരുതി ഏട്ടൻ തിരികെ വന്നപ്പോ കൂടെണ്ടായിരുന്ന ഏട്ടനെ നീ മറന്നുപോയല്ലേ? അങ്ങനെ അവനെ ആരും മറന്നിട്ടില്ല സച്ചി. ഞാൻ അവനെ വിളിച്ചപ്പോ അവൻ വരാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞത്. ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു, അവൻ കേട്ടില്ല. അതുകൊണ്ടാ അവനൊന്ന് വാങ്ങാതെ വന്നത്. ഞാനും അർച്ചനെ വിവാഹത്തിന് വരുന്നുണ്ടെന്ന് ആരാ ഏട്ടനോട് പറഞ്ഞത്? ഇവളുടെ വിവാഹത്തിന്റെ അന്ന് എനിക്ക് വേണ്ടത് ഓഫീസ് ഡ്രസ്സാണ്. അത് ആവോളം എന്റെ കയ്യിലുണ്ട്. തൽക്കാലം മുണ്ടും ഷർട്ടും ഇട്ട് ഓഫീസിൽ പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സന്ദീപ് എന്താ വിവാഹത്തിന് വരുന്നില്ലെന്ന് പറയുന്നത്? വാശി. പലതവണ മുടക്കാൻ നോക്കിയിട്ടും നടക്കാത്തതിലുള്ള വാശി, അത് തന്നെ. എന്താ അവനോട് ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഈ വിവാഹത്തിന് അവന് ഇവിടെ വേണം. അതുപോലെ സച്ചിയും അർച്ചനയും. ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. നന്ദൻ തന്നെ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി.
പറഞ്ഞിട്ട് പോയാ ആരും ഈ വിവാഹത്തിന് വരരുതെന്ന ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ. അറിയാം, നിങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആർക്കും വരണമെന്ന് താല്പര്യമില്ല. ഇനി വന്നാൽ തന്നെ അത് മുടക്കാൻ വേണ്ടിയാവും വരുന്നതും. വന്നാ അത് ഉറപ്പായും മുടക്കുകയും ചെയ്യും. ചിലപ്പോ അങ്ങനെ അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നിന്നെ. ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത് നീ വാങ്ങിച്ചതല്ലാതെ നീ ഒന്ന് തുറന്നുപോലും നോക്കിയില്ലല്ലോ. ഞാൻ എത്രയോ സാരികളിൽ നിന്ന് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വാങ്ങിയതാ. ഒന്ന് തുറന്നു നോക്ക്. നോക്കുന്നേ. നിന്റെ പ്ലാൻ പ്രകാരമാണെങ്കിൽ, അതായത് വിവാഹം മുടക്കാനാണ് നീ വരുന്നതെങ്കിൽ നിനക്കിതിന്റെ ആവശ്യം വരും. വിവാഹം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാ നിന്റെ കെട്ടിയോനെ ദാ ഇവൻ കൊല്ലുന്ന പറയുന്നത്. അങ്ങനെ സംഭവിച്ചാ നിനക്ക് ഇതുകൊടുത്ത് തെക്ക് വടക്ക് നടക്കാം. അകാലത്തിൽ പൊലിഞ്ഞ സച്ചിദാനന്ദന്റെ വിധവയായിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.